ഗസ് ഇപ്പോൾ ഇതിലാണ് ഇന്നത്തെ കിച്ചൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ കിച്ചൻ്റെ ഗ്രാനൈറ്റ് സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ബേസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് അറിയാം, സിമ്പിളായിട്ടിരിക്കും. ചെറിയൊരു വാൾഡ്രോപ്പ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് ഡ്രോ കൊടുക്കാൻ പോകുന്നു. പിന്നെ ഇതിൽ വേറെ ഫ്രെയിം വരും, പക്ഷേ പറ്റിയ ഗ്ലാസ് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഓരോ ബെൽറ്റ് കൂടിയും ചെയ്യാനുണ്ട്, ബെൽറ്റിൻ്റെ വർക്ക് കൂടി ചെയ്തിട്ട് കാണിച്ചില്ല. അപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്ക് ചാമ്പ്യൻ സിൽവറാണ് കേട്ടോ. ഇത് ചാമ്പ്യൻ സിൽവറിൻ്റെ സെക്ഷനാണ്. ചാമ്പ്യൻ സിൽവർ ഇലക്ട്രോ കോട്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവിടെ ഗ്യാസിൻ്റെ ഡോറ് വരുമ്പോൾ, ഗ്യാസിൻ്റെ ഡോർ വരുമ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് വരും. ബാക്കി ഡോറൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഡോറുകൾ വരുന്നത് കേട്ടോ. ഡോറിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡോറ് കയറ്റുന്ന ഫ്രെയിമൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ അത്യാവശ്യം നല്ല ചെറിയൊരു ഒതുങ്ങിയ ഒരു കിച്ചണാട്ടോ. നല്ല വൃത്തിയുണ്ട് കാണാൻ. വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്താൽ ഇതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ കിച്ചൻ്റെ. വേറെ പിന്നെ വീട്ടിൽ പാല് കാച്ചിലായിരുന്നു കേട്ടോ. ഹിന്ദുക്കളുടെ വീടായിരുന്നു, പാല് കാച്ചിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടിക്കാർ പോയി കേട്ടോ. അപ്പോൾ ബാക്കി നമ്മളൊന്ന് വർക്കിന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിൽ താമസം തുടങ്ങുന്നത്. മറ്റേ പാല് കാച്ചിലിൻ്റെ ചടങ്ങും പിന്നെ ഹോമം, ഗണപതി പൂജയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് വർക്കാണ്. പിന്നെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാൾഡ്രോപ്പിനൊക്കെ സ്പേസ് ഫറസിമെൻ്റാണ് ഇട്ടിരിക്കുന്നു കേട്ടോ. ഫറസിമെൻ്റ് വാൾഡ്രോപ്പിനൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിനൊക്കെ ഡോറ് സംഭവം ചെയ്യാനുണ്ട്. മൊത്തം 4 വാൾഡ്രോപ്പാണ് വരുന്നത് കേട്ടോ. മുകളിലത്തെ നിലയിലും വാൾഡ്രോപ്പ്, മുകളിൽ വർക്കുണ്ട്. പിന്നെ വാൾ സ്പേസ് റെഡിമെയ്ഡ് അടിച്ചിരിക്കുന്നത് കേട്ടോ. റെഡിമെയ്ഡ് വെച്ചിരിക്കുന്നത് റെഡിമെയ്ഡ് വാൾഡ്രോപ്പാണ് ചെയ്തിരിക്കുന്നത്. അല്ല, റെഡിമെയ്ഡ് വാഷ് ബേസിനാണ്. ഇവിടെ റൂമിലും വാൾഡ്രോപ്പ് ചെയ്യാനുണ്ട്. ചെറിയ വാൾഡ്രോപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ലോങ് ഓവറായിട്ടൊന്നുമില്ല, ചെറിയ ഒതുങ്ങിയൊരു വാൾഡ്രോപ്പ് ചെയ്യുമ്പോൾ ഡോറിൻ്റെ സ്പേസ് എത്ര ചെറുതായിട്ട് തന്നെ കൊടുക്കണം, എന്നാൽ ആ ഫിനിഷിങ് കിട്ടുള്ളൂ. ഒരുപാട് ലെങ്ത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഡോറിൻ്റെ എണ്ണം ചെയ്യണം. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു 5 അടിക്ക് ഉള്ളിലാണ് വരുന്നുള്ളൂ കേട്ടോ. 5 അടിയുടെ ഉള്ളിൽ, 5 5.25, അതായത് 6 അടിയുടെ ഉള്ളിലാണ് വീതി വരുന്നുള്ളൂ. ഇനി നമ്മളെ പണി ചെയ്യാം. കോണിച്ചോടിൻ്റെ ചെറിയൊരു വർക്ക് ചെയ്യാണ്ട്. കാരണം കോണിച്ചോടിൽ ഇൻവേർട്ടറിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡോർ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതിപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കിച്ചൻ്റെ വർക്കാണ്. നമുക്ക് കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്താ പറയുക, ബെഡ്റൂമിൻ്റെയൊക്കെ ഡോറ് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. വർക്ക് ഏരിയ ചെറിയൊരു സാധാരണ ഒരു കിടക്കും, അത് ഫ്രെയിമൊന്നും സെറ്റ് ചെയ്യുന്നില്ല. വർക്കിൽ ചെറിയൊരു ബെർത്തിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡോറിന്നിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. നമ്മൾ ഗ്രില്ലിൽ ഞാൻ വരുന്നത് മോസ്ക്വിറ്റോ ആണ് അടിക്കാറുള്ളൂ, നെറ്റ് അത് കയറാതിരിക്കും. അതൊക്കെ ഫൈനലായിട്ട് ചെയ്യണ്ടാവുള്ളൂ. നമുക്ക് ഫ്രെയിം പണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റിന് ഫിക്സ് ചെയ്യാൻ വേണ്ടി. കാരണം പരിപാടിക്കുള്ളതുകൊണ്ട് സൈറ്റ് വന്നിട്ട് സാധാരണ ചെയ്യാറ്. അപ്പോൾ അവർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് ചെയ്തിട്ട് ഫിക്സിങ് ചെയ്യാം. ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ കേട്ടോ. കാരണം പണ്ടോനെ കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വർക്ക് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഫുള്ള് ഒറ്റ കളർ ഷീറ്റാണ് ചെയ്യുന്നത് കേട്ടോ. അത് പിസ്ത കളറായിട്ടുള്ള ഷീറ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് PVC ഷീറ്റാണ്. അപ്പോൾ ഫുൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ഷീറ്റാണ് ചെയ്യുന്നത്. ഇത് ഗ്ലാസ് വർക്കൊന്നും ചെയ്യുന്നില്ല. ഒരു ഗ്ലാസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഫുള്ളും ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഷീറ്റ് വയ്ക്കുമ്പോൾ അവർ പറഞ്ഞ അധികം ഉറുമ്പൊന്നും കയറാതിരിക്കുന്ന രീതിയിൽ ഫുൾ കംപ്ലീറ്റ് അടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇതാണ് ഷീറ്റിൻ്റെ കളർ. ഇത് എന്താ പറയുക, ഗ്യാസിൻ്റെ ഡോറാണ്, ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന ഡോറാണ്. അപ്പോൾ അതിൽ ഏറുപാട് കിച്ചൺ ജാലിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്യാസ് ഒരു ഉള്ളിലാണ് വയ്ക്കുന്നത്. സാധാരണ വീട്ടിലൊക്കെ ഗ്യാസ് പുറത്താണ് വരിക. ഇപ്പോൾ ഉള്ളിലാണ് ഇപ്പോൾ തലക്കണ സെറ്റ് ചെയ്തത്. പിന്നീട് അവർ മാറ്റുന്നതൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ ഫുള്ളും ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ താഴത്തും കൂടി ഒരു ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് അടിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. ഈ ഫ്രെയിമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ അലുമിനിയം ഡോർ സെക്ഷൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ജെ സ്ക്വയറും ജെനിപ്പും ഒരു സെക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ ആ ഷീറ്റ് വാറായിട്ട് അടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഫ്രെയിം അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വരുന്നത് ജെ നിപ്പാണ്. പിന്നെ താഴത്ത് ഡോർ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ജെ സ്ക്വയർ, ചിലത് ഗൾഫ് സെക്ഷൻ എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഡ്രോ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തൊരു പ്ലെയിൻ ബാസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോറധികം ഗ്യാപ്പ് അധികം കുറവാണ് കേട്ടോ. അധികം ഗ്യാപ്പൊന്നുമില്ല. ഈ ചുമമ്പിലൂടെ നോക്കിയറിയാം, അതും ഗ്യാപ്പിനധികം കുറവാണ്. ചിലവരൊക്കെ ഒരു ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്, ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഈ മോഡൽ ചെയ്യുമ്പോൾ ഒരിക്കലും അതും ഗ്യാപ്പില്ലാണ്ട് ചെയ്യാം, എന്നാലും കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. ഫ്രെയിം അടിച്ചിട്ടുണ്ട്. ഒരു ഉറുമ്പൊന്നും അധികം കയറാത്ത രീതിയിലാണ് ഫ്രെയിം അടിച്ചത്. ഡോറ് ക്ലോസ് ചെയ്ത് അങ്ങനെ അധികമൊന്നും കയറില്ല കേട്ടോ. അപ്പോൾ അധികം നല്ല ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഡോറ് വെച്ചിരിക്കുന്നത്. ഫുള്ളും ഷീറ്റാണ് കേട്ടോ. എല്ലാം ഒരേ കളറാണ് ഷീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് ഈ കളറും, പിന്നെ ഒരു ഗ്രേ ഒക്കെ ചെയ്യും, പിന്നെ വൈറ്റ് അങ്ങനെ ഗ്യാപ്പൊക്കെ ചെയ്യും. ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡോറ് മുട്ടാതിരിക്കും ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ പ്രൊഫൈലാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഹാൻഡിലാണ് ചെറിയ വയ്ക്കുക. പക്ഷേ ഒരിക്കലും കിച്ചണിൽ ഹാൻഡിൽ സെറ്റ് ചെയ്യരുത്. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ മേത്ത് തട്ടാനൊക്കെ ഹാൻഡിൽ തട്ടും. പക്ഷേ പ്രൊഫൈലാണെങ്കിൽ തട്ടില്ല കേട്ടോ. എൻ്റെ വീഡിയോ അയച്ചത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ കമൻറ്റ് നൽകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് അതുകൊണ്ടും പറയണം. നമുക്ക് ഏത് കളർ വേണം ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു സീനല്ല. അപ്പോൾ നമുക്ക് പാർട്ടിക്കാരെ ഇഷ്ടപ്പെട്ട കളറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കളർ നിറം ഏതാണോ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം. കിച്ചൺ ഈ ഫ്രെയിമൊക്കെ ചെയ്യണ മുന്നേ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാനൈറ്റിൻ്റെ ഇഞ്ച് കണക്ക് എത്ര ഇടണമെന്നോ. ഇപ്പോൾ ഗ്രാനൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രെയിം അടിക്കുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യുന്ന പല രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ അളവ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്താലാണ് നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ അതേ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിമം എല്ലാവരും അധികം ഗ്യാപ്പൊന്നും അതില്ലാതെ നല്ല വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് അറിയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ ആ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്നവരാണ് ഈ വീഡിയോ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഗൾഫ് സെക്ഷൻ്റെ ഈ മോഡലൊക്കെ ചെയ്യുമ്പോൾ ഷീറ്റിൻ്റെ 2 ഡോറ് വരുന്ന ഗ്യാപ്പ് മിനിമം എന്താ പറയുക ഒരു 3.5 കാണാൻ മാത്രം കൊടുക്കുക. അതിന് കൂടുതൽ ഗ്യാപ്പ് കൊടുക്കാതെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഫിനിഷിങ് ചെയ്യുള്ളൂ. അത് ഡോറിൻ്റെ സെൻറ്റർ മാത്രമല്ല, ഓട്ടോ ക്ലോസ് അത് ഇഞ്ചസ് വരുന്ന ആ ഭാഗം അതേ ഗ്യാപ്പ് തന്നെ കൊടുത്ത് ചെയ്യണം. എങ്കിൽ മാത്രമേ വൃത്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഷോർട്ട് ഓട്ടോ ക്ലോസ് ഉണ്ടെങ്കിലും സൈഡിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടാകും. ഒരു 1/2 ഇഞ്ചും 3/4 ഇഞ്ചും ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇത് ഷീറ്റ് കട്ടലറിയാണ് കേട്ടോ. ഇത് എക്സസിൻ്റെ ആണ്, വാറൻറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബാക്കിൽ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതാദ്യം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ തുടയ്ക്കാനൊക്കെ എളുപ്പം വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ചളിയൊക്കെ പോയിരുന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫുൾ ഷീറ്റ് അടിച്ച് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഈ സെയിലിലൊക്കെ സാധാരണ ഗ്ലാസ്സാണ് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ് കൊടുത്തിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്ക് പാർട്ടിക്കാർക്ക് ഫുൾ ഷീറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫുൾ ഷീറ്റ് അടിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാൻ പറ്റും. ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കമൻറ്റ് തരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെങ്കിൽ അതും കൂടി പറയണം. നമുക്ക് ഏത് കളറായാലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാർട്ടിക്കാരെ ഇഷ്ടമനുസരിച്ചിട്ടാണ് നമ്മൾ കളറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ ഷീറ്റൊക്കെ ചെയ്യുന്നത് എന്താ പറയുക, ഒരു ഗ്രേയും വൈറ്റ് പിന്നെ വൈൻ റെഡ് കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കിച്ചൺ ചെയ്യുമ്പോൾ ഈ ഫ്രെയിമൊക്കെ പണിയാൻ മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കിച്ചണിൽ മെയിനായിട്ട് ഗ്രാനൈറ്റ് ചെയ്യുമ്പോൾ ബോട്ടം അടിക്കുമ്പോൾ അതൊക്കെ എത്ര ഇഞ്ച് ചെയ്യണം എന്നുള്ളൊരു കറക്റ്റായിട്ടൊരു ഇഞ്ച് കണക്ക് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നേ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണാം. അപ്പോൾ അത് വീഡിയോനെ താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ വീഡിയോ കണ്ട് മനസ്സിലാവും. അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ കണക്കും ആ കാര്യങ്ങളൊക്കെ കൊടുക്കണം, എത്ര ഇഞ്ച് കൊടുക്കണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താലാണ് നമുക്ക് ഫ്രെയിം പണിയുമ്പോഴും ആ വൃത്തിയിൽ നമുക്ക് ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ.